തിരിച്ചടിക്ക് കാരണം ഏതെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ ഇത്തരം ഒരു പരാജയത്തിന് ഇത് പ്രതീക്ഷിക്കാത്ത പരാജയമാണ്. ഇത്ര വലിയൊരു രീതിയിൽ ഞങ്ങൾ ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ പൊതുവെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. പക്ഷേ ഈ രീതിയിലുള്ളൊരു പ്രതികരണമാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് തന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും ഒരു അവിശ്വസനീയമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ തികച്ചും അവിശ്വസനീയമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങൾ അതിന്റെ ഓരോ വശങ്ങളും വിലയിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യും. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ഇപ്പൊ അത്തരത്തിലുള്ള ചില ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആ നയങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അതൊക്കെ തന്നെ ചർച്ചാ വിഷയമാണ്. അതൊന്നും മാറ്റിവെച്ചുകൊണ്ടായിരിക്കില്ല. അല്ല, CPM എന്ന് പറഞ്ഞാൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഉത്തരവാദിത്വം അതിന്റെ ഗൌരവത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വിലയിരുത്തലുകൾ തീർച്ചയായും നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു യോഗം ആ രീതിയിൽ അത്തരം ഗൌരവത്തോടെ നടത്തേണ്ടതുണ്ട് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പറഞ്ഞു. വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പക്ഷേ ഈ പ്രചരണം നടന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഫ്ലക്സുകളും മുഖ്യമന്ത്രിയെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു LDF പൊതുവെ അവലംബിച്ചത്. അത് ഒരു തിരിച്ചടിക്കുള്ള കാരണമായിരിക്കില്ലേ? അല്ല, അങ്ങനെ ഒരു ബോർഡ് ഞാനും കണ്ടതാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ തന്നെയാണ് കേരളത്തിൽ CPI മത്സരിച്ചത്. ഈ നാദാപുരം ഉൾപ്പെടെ വലിയ തോൽവിയാണ് ഉണ്ടായിരുന്നത്. അതൊരു പാർട്ടി കോട്ടയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിച്ചുകൊണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം ആ പ്രക്രിയയിലൊന്നും പങ്കാളിയാവാത്ത ഒരാളാണ് ഞാൻ. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച 25 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. അപ്പോൾ ആ രീതിയിലാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ആ സംസ്ഥാന കമ്മിറ്റി അത് തീർച്ചയായിട്ടും പരിശോധിക്കും.